നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അറേ ഉപയോഗിച്ച് കുറച്ച് സിമ്പിളായ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വലിയ പ്രസക്തിയുള്ള ചോദ്യങ്ങളൊന്നുമല്ല. അറേയെ പറ്റി ജസ്റ്റ് ബേസിക്സ് മാത്രം അറിയാവുന്നവർക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങൾ. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നമ്മളുടെ ചോദ്യം മറ്റൊന്നുമല്ല, ഒരു അറേ ഉണ്ടാക്കുക. അറേയിലേക്ക് നമ്മൾ കുറച്ച് എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യുക. വളരെ സിമ്പിളായുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് ആദ്യം അറേ ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് അറേയുടെ സൈസ് ഇവിടെ 100 ആണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ 100 എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണോ? അല്ല. കാര്യം ഒരു എലമെന്റ് എത്ര എണ്ണം ഇൻപുട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് യൂസറാണ്. അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കിയിട്ട് റൺ ചെയ്യുന്നത് മറ്റൊരാളായിരിക്കും. അയാൾ നമ്മളോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇത്ര എലമെന്റ്സ് വേണമെന്ന്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ് അയാൾ 100-ൽ കൂടുതൽ ചോദിക്കുകയില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ആ ചോദിക്കുന്ന എലമെന്റ്സിന്റെ വെച്ചായിരിക്കും ചെയ്യുവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ആ രീതിയിൽ എഴുതാം. അപ്പൊ ആദ്യം ഞാൻ എലമെന്റ്സ് 100 എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. ഇനി രണ്ടാമത്തെ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് ചോദിക്കുമല്ലോ, യൂസറിന്റെ അടുത്ത് ചോദിക്കുമല്ലോ. അപ്പൊ യൂസർ അതിനനുസരിച്ച് ഒരു ഇൻപുട്ട് തരും. അപ്പൊ ആ ഇൻപുട്ട് വെച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ യൂസർ തരുന്നതാണിക്കും എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ ആ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്ന ലെങ്ത് എന്ന് വിളിക്കാം. അപ്പൊ ലെങ്ത് സ്റ്റോർ ചെയ്യാനാണ്. മൂന്നാമത്തത് ഓരോ ഇപ്പൊ 0 മുതൽ ലെങ്ത് വരെയുള്ള ലെങ്ത് -1 വരെയുള്ളതാണ് ഇൻഡെക്സ്. അപ്പൊ ആ ഇൻഡെക്സിന് വേണ്ടിയുള്ള വേരിയബിൾ ആണ് ഐ. അപ്പൊ ഈ 3 വേരിയബിൾ ഉണ്ടാക്കി. നമുക്കിനി ജസ്റ്റ് ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യുവാനായി അല്ലെങ്കിൽ ഉപയോഗിക്കുവാനായി വന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. അപ്പൊ പ്രിന്റ് എഫ് കൊടുത്തിട്ട് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത് അറേ ലെങ്ത് എന്റർ അറേ ലെങ്ത്. അപ്പൊ അറേ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് ഒക്കെ കൊടുത്തു. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അറേയുടെ ലെങ്ത് ഇൻപുട്ട് ചെയ്യും. അപ്പൊ അറേയുടെ ലെങ്ത് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റീഡ് ചെയ്യണ്ടേ? റീഡ് ചെയ്യാൻ %d കൊടുക്കുക. അറേയുടെ ലെങ്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലേ, ഇവിടെ ആംപർസെന്റ് ഇടുക. അപ്പൊ ലെങ്ത് ഞാൻ കൊടുത്തു. അപ്പൊ അറേയുടെ ലെങ്ത് സ്റ്റോർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു മെസ്സേജും കൂടെ വരണം. അറേയുടെ എലമെന്റ്സ് എൻ്റർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജും വന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അറേയുടെ ഇൻപുട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അറേയുടെ ഇൻപുട്ടിൽ ആദ്യം ഒരു ലൂപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അറേയിലേക്ക് ഈ ലെങ്ത് വരെ എന്ന് വെച്ചാൽ ലെങ്ത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യണം. നമ്മൾ അറേയുടെ ഇൻഡെക്സ് ആദ്യം 0 ആയതുകൊണ്ട് ഐക്ക് 0 കൊടുക്കുന്നു. ഐ ലെസ് ദാൻ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ n-1 വരെയാണ്. അപ്പൊ ഐ ലെസ് ദാൻ ലെങ്ത് എന്ന് പറയുമ്പോൾ n-1 വരെ ഐ റൺ ആയിക്കോളും. ഇനി ഐ പ്ലസ് പ്ലസ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ് സ്കാൻഎഫ്. ഇനി %d, കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻറ്റീജർ അറേയാണ്. ഇനി സാധാരണ വേരിയബിളിനെ പോലെ തന്നെ ആംപർസെന്റ് ഇടുക. ആംപർസെന്റ് ഇട്ടു. ഇതിനി എന്താ ചെയ്യേണ്ടേ? അറേയുടെ എലമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് എഴുതുക. നമ്പർ ഓഫ് റെപ്രസെന്റേറ്റീവ് ഇൻഡെക്സ് ഐ. അപ്പം നമ്പർ എന്ന് പറഞ്ഞ അറേയുടെ ഐ എന്ന് പറഞ്ഞ എലമെന്റ്. അപ്പൊ ഐ എന്തായിരിക്കും? ഇനിഷ്യലി 0 ആയിരിക്കും. എന്നിട്ട് ഐ എവിടം വരെ ഓടും? ലെങ്തിന്റെ -1 വരെ ഓടും. ലെങ്ത് ആരെ എൻ്റർ ചെയ്യുന്ന? യൂസർ എൻ്റർ ചെയ്യുന്ന ലെങ്ത് എന്തായിരിക്കും? അറേയുടെ ടോട്ടൽ ലെങ്ത് ആയിരിക്കും. ഇനി നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്യാൻ നേരത്തെ ദ അറേ ഈസ്, ഞാൻ മെസ്സേജ് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കുകയാണ്. വേണ്ട, ഞാനിവിടെ 4 എന്ന് അടിക്കുമ്പോൾ തന്നെ അതിന്റെ കീവേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഫോർ ലൂപ്പ് കൊടുത്തു.
ഇനി i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. അപ്പോൾ ലൂപ്പിന്റെ കണ്ടീഷൻ കൊടുത്തു. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇടുന്നത്. പ്രിന്റ് എഫ് കൊടുക്കുന്നു, എന്നിട്ട് എന്താ %d കൊടുക്കുന്നു, ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനായി /n കൊടുക്കുന്നു, ar ഓഫ് അറേ ar അല്ല സോറി നം ഓഫ് ഇൻഡെക്സ് i കൊടുക്കുന്നു. അപ്പൊ ഇത് സാധാരണ ഓരോ വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ i എന്നുള്ളത് ജസ്റ്റ് ഇൻഡെക്സ് ആണ്. അത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണാൻ പറ്റും. ഞാൻ റൺ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ എനിക്ക് പറ്റിയൊരു എററാണ്. നമ്മളെപ്പോഴും i ലെസ് ദാൻ n എന്ന് കൊടുത്താണ് ശീലിച്ചത്. അപ്പൊ ആ ഒരു ശീലാണ് എനിക്ക് പറ്റിയത്. ഞാനിവിടെ ഉണ്ടാക്കിയ വേരിയബിളിന്റെ പേരെന്താ, ലെങ്ത് എന്നാണ്. ഓക്കെ, നമ്മൾ അവിടെ i ലെസ് ദാൻ n എന്നുള്ളതാണ് അവിടെ എറർ പറ്റിയത്. i ലെസ് ദാൻ ലെങ്ത് കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റൊരു എറർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഞാനിവിടെ പ്രിന്റ് എഫിന് പകരം പറ്റിയൊരു അബദ്ധമാണ്. printf. ഓക്കെ, പ്രിന്റ് എഫ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്താന്ന് നമ്മുടെ കണ്ടോ, പ്രശ്നമൊന്നുമില്ല. ഇതാണ് വന്നേക്കുന്ന പ്രോഗ്രാം തുടങ്ങി. എൻ്റർ അറേ ലെങ്ത്. അപ്പൊ ഞാൻ അറേയുടെ ലെങ്ത് 5 കൊടുത്തു. ഇപ്പൊ എൻ്റർ ദ എലമെന്റ്സ് ഓഫ് ആൻ അറേ 2, 4, 6, 8, 10. അപ്പൊ അതെ അറേ ഈസ് 2, 4, 6, 8, 10 പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിയർ ആയത് ടെർമിനലാണ്, മറ്റൊന്നുമല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കുറച്ചുകൂടി നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ 100-ന് മുകളിൽ ഒരു എലമെന്റ് യൂസർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം വർക്ക് ആകുകയില്ല. ഒന്നാമത്തെ പ്രശ്നം. കാര്യം അറേ ഉണ്ടാക്കിയിരിക്കുന്നത് 100 എലമെന്റ് ഉള്ളതാണ്. 100-ൽ കൂടുതൽ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എലമെന്റ് സ്ഥലമുള്ള അറേയിൽ 101 എലമെന്റോ 110 എലമെന്റോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 5 എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി മെമ്മറി സ്പേസ് മുഴുവൻ വേസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് 5 എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ 95 ബാക്കി എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയിലും ഇനിഷ്യലായിട്ട് 0 അങ്ങ് പോകും. അത്രയും മെമ്മറി നമുക്ക് വേസ്റ്റ് ആയി വരും. അപ്പൊ അത് സോൾവ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അതിന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ അറേ ഡിക്ലറേഷൻ എന്നുള്ളത് അറേയുടെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞ് ചെയ്താൽ മതി. അപ്പൊ അറേയുടെ ലെങ്ത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഇന്റ് അറേയുടെ പേരെന്താ, നം. ഡിക്ലറേഷൻ്റെ അകത്ത് എന്താ കൊടുക്കേണ്ടത്, ഇവിടെ അറേയുടെ എത്ര എലമെന്റ്സ് വേണമെന്നുള്ളതാണ് എഴുതേണ്ടത്. അറേയുടെ എലമെന്റ്സ് യൂസർ എൻ്റർ ചെയ്തല്ലോ, എൻ്റർ ചെയ്യുന്നല്ലേ അറേയുടെ എലമെന്റ്സ്. അപ്പൊ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായി, ലെങ്ത് എന്ന് കൊടുത്തു. അപ്പൊ ലെങ്ത് എന്താ, ഇവിടെ യൂസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെങ്ത് വേരിയബിൾ അല്ല, വേരിയബിളിന്റെ അകത്തൊരു വാല്യൂ ആയി. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. ഇത് ഈ ജിനി സി കമ്പൈലറിലെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ടെർബോയിൽ ചെക്ക് ചെയ്ത് നോക്കി. അതുകൊണ്ടാണ് ഞാൻ ടെർബോ റെക്കമെൻഡ് ചെയ്യാത്തത്. ഈ ജിനിയിലേക്ക് നമ്മൾ മാറിയത് ഈ ഒരു പ്രശ്നം കാരണമാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നമില്ല. എൻ്റർ ദ ലെങ്ത് ഓഫ് അറേ. ഇപ്പൊ ഞാൻ അറേയുടെ ലെങ്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ 4 കൊടുത്തു കഴിഞ്ഞാൽ 4 എലമെന്റ് ഉള്ള ഒരു അറേ ഇവിടെ ഇപ്പൊ ഫോം ആയി. 4 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഇപ്പോഴാണ് ഫോം ആയത്. ഇനി ഞാൻ അതിന്റെ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ 10, 20, 30, 40. അപ്പം 10, 20, 30, 40 എന്ന് തന്നെ പ്രിന്റ് ആയി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വർക്കായി. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല. നമ്മുടെ ഈ അറേയുടെ എലമെന്റ്സ് ഒക്കെ പ്രിന്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത എലമെന്റ് ആദ്യമാണ് പ്രിന്റ് ചെയ്ത്. നമുക്ക് അവസാനം എലമെന്റ് എൻ്റർ ചെയ്ത എലമെന്റ് ആദ്യം എൻ്റർ ചെയ്ത എലമെന്റ് അവസാനവും പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഈ പ്രോഗ്രാമിനെ മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് വരെ അവിടെ കറക്റ്റ് ആണ്. ഔട്ട്പുട്ടിന്റെ ഏരിയ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഔട്ട്പുട്ടിന്റെ ഏരിയയിൽ ആദ്യത്തെ എലമെന്റിനെ തീരുമാനിക്കുന്നത് അറേയുടെ ഇൻഡെക്സ് ആണ്. അറേയുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന i ആണ്. ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുന്ന i ആണ്. ഇപ്പൊ നമ്മളിവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇൻഡെക്സിന്റെ ഇനിഷ്യലായുള്ള വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് ഇനിഷ്യലായുള്ള വാല്യൂ 0 വരുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. നമുക്ക് അവസാനത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യണം. ഇനിഷ്യലായുള്ള വാല്യൂ ലെങ്ത് ആവണം. ലെങ്ത് എന്ന് പറഞ്ഞാൽ അറേയുടെ ലെങ്ത് ആയാൽ പോലെ ലെങ്ത് -1 ആവണം. കാരണം n-1 വരെയാണ് ഇൻഡെക്സ് ഉള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ i എന്ന് പറയുന്നത് 0 വലുതോ 0 ആയി കഴിഞ്ഞാൽ ട്രൂ ആവാം. i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
ഇനി അടുത്ത കണ്ടീഷൻ എന്താ? i പ്ലസ് പ്ലസ് അല്ല, i കുറഞ്ഞാ വരേണ്ടത്. അപ്പൊ i മൈനസ് മൈനസ്. നമുക്കിനി ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ മറ്റൊന്നുമല്ല നമ്മൾ വരുത്തിയ മാറ്റം. നമ്മൾ അറേയുടെ ഇനിഷ്യൽ ആയിട്ട് അറേയുടെ ഇൻഡെക്സിന്റെ ആ ഒരു ഡിനോട്ട് ചെയ്യുന്ന വേരിയബിൾ ആയ i അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് ആയ n-1 ആക്കി. അതായത് ലെങ്ത് മൈനസ്. അത് 0യിലും അല്ലെങ്കിൽ 0 വരുന്നത് വരെ ട്രൂ, 0ക്ക് താഴെ പോയാൽ തെറ്റും എന്ന രീതിയിൽ നമ്മൾ ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ കൊടുത്തു. i കുറഞ്ഞു വരുന്ന രീതിയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കി. അത്രയും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. നമുക്കിനി റൺ ചെയ്യാം. ലെങ്ത് ഓഫ് ആൻ അറേ ആണ് അവർ ആദ്യം ചോദിച്ച സാധനം. നമ്മൾ അറേയുടെ ലെങ്ത് ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഞാൻ അറേക്ക് 5 കൊടുത്തു. എൻ്റെ ആദ്യത്തെ എലമെന്റ് 2, 4, 6, 8, 10 കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് നേരെ 10, 8, 6, 4, 2 കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ വരുന്നുണ്ട്. ലാസ്റ്റ് എലമെന്റ് ആദ്യം പ്രിന്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. നമുക്കിനി രണ്ടാമത്തെ പ്രോഗ്രാം നോക്കാം. രണ്ടാമത്തെ പ്രോഗ്രാം മറ്റൊന്നുമല്ല, വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ്. നമ്മൾ ഈ ഒരു അറേയുടെ എല്ലാ എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. അപ്പൊ അറേയിലെ സമ്മ് സ്റ്റോർ ചെയ്യുവാനായി നമുക്ക് മറ്റൊരു വേരിയബിളിന്റെ ആവശ്യമുണ്ട്, സം. സമ്മ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആണ് കൊടുക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ 0 കൊടുത്തു കഴിഞ്ഞാലായിരിക്കും നമ്മൾ ടോട്ടൽ സമ്മിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ്. ഗാർബേജ് വാല്യൂ മാറ്റുവാനായിട്ടാണ് നമ്മൾ 0 കൊടുത്തത്. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ലൂപ്പിലാണ് മാറ്റം വരുത്തുന്നത്. അപ്പൊ നമുക്ക് ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഫുള്ള് കളയാം. അതാകുമ്പോൾ നമ്മുടെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്തു. ഇവിടെ തന്നെ നമ്മുടെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആ ലൂപ്പിൽ തന്നെ സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ ഓഫ് i കൊടുക്കുകയാണ്. അപ്പൊ സം എന്ന് പറയുന്നത് സം പ്ലസ് നമ്പർ ഓഫ് i വരും. അപ്പൊ ആദ്യം സമ്മ് 0 ആയിരിക്കും. അതിനുശേഷം ആ സമ്മ് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇൻഡെക്സിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ i 0 വരുമ്പം ഇവിടെ ഫസ്റ്റ് എലമെന്റ് ആവും. അപ്പൊ ഐയുടെ സം എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് ആവും. അതിനുശേഷം i അപ്ഡേറ്റ് ആകും. ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യും. ഇൻപുട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എലമെന്റ് ഇൻപുട്ട് ചെയ്യും. രണ്ടാമത്തെ എലമെന്റ് ഇൻപുട്ട് ചെയ്യുമ്പോൾ സമ്മതിൽ കിടക്കുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് എന്നുള്ള എഫക്റ്റ് ഇവിടെ വരും. ഇനി ജസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. ഈ പ്രിന്റ് ചെയ്യേണ്ട ലൂപ്പിന്റെ പുറത്ത് ആണോ അകത്താണോ എന്നൊരു ചോദ്യമുണ്ട്. ലൂപ്പിന്റെ പുറത്താണ്, കാരണം നമുക്ക് ഒരു തവണ പ്രിന്റ് ചെയ്താൽ മതി സം. അപ്പൊ ലൂപ്പിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് എഫ് കൊടുത്തിട്ട് ദ സം ഈസ് അപ്പം നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാം. നമ്മൾ അറേയുടെ ലെങ്ത് ചോദിച്ചു. അപ്പൊ ഞാൻ 5 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ എളുപ്പത്തിനായിട്ട് എല്ലാ എലമെന്റ്സും 2 കൊടുക്കുന്നു. 2, 2, 2, 2, 2. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം 10 ആണ്. 5 എലമെന്റ്സ് ഉണ്ടായിരുന്നു. 5 എലമെന്റ്സിന് ഞാൻ 2 കൊടുത്തു. നമുക്ക് 10 കിട്ടി. ഒന്നുകൂടി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അറേയുടെ ലെങ്ത് ഞാൻ 5 കൊടുത്തു. 1, 2, 3, 4, 5. അപ്പം 15 എൻ്ററായി. അപ്പം നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമുക്ക് ജസ്റ്റ് ആവറേജ് കാണാനുള്ള ഒരു പ്രോഗ്രാം ആക്കി മാറ്റാം ഇതിനെ. അപ്പൊ ആവറേജ് കാണണമെങ്കിൽ നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വേണം. avg എന്നാണ് ഞാൻ വേരിയബിൾ കൊടുക്കുന്നത്. അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഫ്ലോട്ട് ആയിരിക്കണം. ഞാൻ ഫ്ലോട്ട് avg ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ആവറേജിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയാണ്. ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പൊ നമ്മൾ ലെങ്ത് കൊടുത്തു. അപ്പൊ സമ്മിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് കിട്ടും. ആവറേജ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു ചെറിയ ചേഞ്ചും കൂടെ വരുത്തണം. അത് ഒന്നാമത്തെ ഇവിടെ %f ആക്കണം. നമുക്ക് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്റീജർ ആയിട്ടാണ് ഇൻപുട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അതിൽ ചെറിയൊരു മാറ്റം വരുത്താം. നമുക്ക് ഈ സം എന്നുള്ളത് ഒരു ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഒരു ആവറേജ് കാണുന്ന പ്രോഗ്രാമാണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ വരുമ്പം 2 നമ്പറും ഇന്റീജർ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടും ഇന്റീജർ ആയിട്ടേ കിട്ടത്തുള്ളൂ. ആ റിസൾട്ടിനെ നമ്മൾ ഫ്ലോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, ഞാനിവിടെ സെമിക്കോളൻ ഇട്ടില്ല, അവിടെ എറർ വന്നത്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ടെർമിനൽ എടുക്കുന്നു. അപ്പോൾ അറേയുടെ എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4 എലമെന്റ് എൻ്റർ ചെയ്യുന്നു. എല്ലാ എലമെന്റിനും 2, 3, 5, 7 കൊടുക്കുന്നു. അപ്പോൾ ആവറേജ് എനിക്ക് 4.25 ആണ് കിട്ടിയത്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. നമ്മൾ 4 പ്രോഗ്രാമാണ് ചെയ്തത്. ഒന്ന് ജസ്റ്റ് ഇൻപുട്ട് ചെയ്യുക, 2 അതിൻ്റെ അത് ഇൻപുട്ട് ചെയ്ത പോലെ ഔട്ട്പുട്ട് ചെയ്യുക, രണ്ടാമത്തെ ഇൻപുട്ട് ചെയ്തതിന്റെ റിവേഴ്സ് ഔട്ട്പുട്ട് ചെയ്യുക, മൂന്നാമത് ഇൻപുട്ട് ചെയ്ത നമ്പറുകളുടെ സം കണ്ടുപിടിക്കുക, നാലാമത് നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പറുകളുടെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന ഇത്രയും പ്രോഗ്രാമാണ് നമ്മൾ ബേസിക്സ് ആയിട്ട് ചെയ്തത്. പിന്നെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ബബിൾ സോൾട്ടും അതുപോലെ ലീനിയർ സെർച്ചും പോലുള്ള മറ്റു പ്രോഗ്രാമുകളും അറേയുടെ ലാർജർ എലമെന്റും സ്മോളർ എലമെന്റും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എനിവേ, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോട് ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലുമുണ്ട്. അപ്പോൾ അത് ഞെക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിലും നല്ല എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.